എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളോട് പരിചയപ്പെടാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ ഒരു റിവിഷൻ എന്ന രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ഇവിടെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അവാർഡാണ്. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ഈ അടുത്ത് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കും. അതൊരു മലയാളിയാണ്. ആ മലയാളിയുടെ പേര് പ്രഭാവർമ്മ എന്നാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. രൗദ്ര സാത്വികം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം 33ാമത് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. സരസ്വതി സമ്മാൻ പുരസ്കാരം നേടുന്ന 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ എന്ന കാര്യം ഓർക്കുക. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിലും ഒരു ചെറിയൊരു കോഡിലൂടെ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ പേര് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ബാല അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്ന് സരസ്വതിയോട് ചോദിക്കുകയാണ്. അതിൽ ബാല എന്ന് പറഞ്ഞാൽ ബാലാമണി അമ്മയാണ്. 1995 ബാലാമണി അമ്മയ്ക്ക് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു മലയാളിക്ക് ലഭിക്കുന്നത് ബാലാമണി അമ്മയിലൂടെയാണ്. ബാല അയ്യപ്പന് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്നത് അയ്യപ്പ പണിക്കർക്കാണ്. അത് 2005 10 കൂട്ടിയാൽ മതി. ബാല അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സുഖമാണോ എന്നതിൽ നിന്ന് 2012 വർഷത്തിൽ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണ്. ഇപ്പോൾ മൂന്നാമതായിട്ട് ലഭിച്ചത് സുഗതകുമാരിക്കാണ്. ഇപ്പോൾ 2023 33ാമത് ലഭിച്ചിരിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ്. അപ്പോൾ സുഖമാണോ പ്രഭേ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോഡ് അറിയുകയാണെങ്കിൽ ഈ പറഞ്ഞ 4 വ്യക്തികളുടെ പേരും അപ്പോൾ ഈ വർഷവും ഒന്ന് ഓർത്തിരിക്കണം. ആദ്യം 1995, പിന്നെ 10 വർഷം കഴിഞ്ഞ് 2005. ഈ 2ഉം 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടും. അതാ 2005 കൂട്ടിയ 2012 കിട്ടും. പിന്നെ 2023 ഓർത്തിരിക്കുക. കാരണം ഇത് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ പറയുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കാത്ത മലയാളി ആര് എന്ന തരത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് 2023 മറ്റൊരു അവാർഡാണ്. 2023 33ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. വ്യാസ് സമ്മാൻ പുരസ്കാരം. അപ്പോൾ 2023 വ്യാസ് സമ്മാൻ പുരസ്കാരം 33ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരമാണ്. ഇത് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പുഷ്പ ഭാരതിക്കാണ്. പുഷ്പ ഭാരതിയുടെ ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് യാദേൻ യാദേൻ ഔർ യാദീൻ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. യാദേൻ ഔർ യാദീൻ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 വ്യാസ് സമ്മാൻ പുരസ്കാരം 33ാമത്തത് പുഷ്പ ഭാരതിക്ക് യാദേൻ ഔർ യാദീൻ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം, 2024 മാർച്ച് മാസത്തിൽ, ഞാൻ പറയുന്നു 2024 മാർച്ച് മാസത്തിൽ പൊട്ടിത്തെറിച്ച റെയ്ക്കാനസ് അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? റെയ്ക്കാനസ് എന്നാണ് അഗ്നിപർവ്വതത്തിന്റെ പേര്. ഇത് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഐസ്ലാൻഡിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2024 മാർച്ച് മാസത്തിൽ പൊട്ടിത്തെറിച്ച റെയ്ക്കാനസ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഐസ്ലാൻഡിലാണ്. റെയ്ക്കാനസ് അഗ്നിപർവ്വതം ഐസ്ലാൻഡിലാണ്. ഇത് പൊട്ടിത്തെറിക്കുന്നത് 2024 മാർച്ചിലാണ്. ഇനി അടുത്തത് പൊതുഗതാഗതത്തിനായിട്ട് പർവത്മാല പരിയോജനയ്ക്ക് കീഴിൽ. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പൊതുഗതാഗതത്തിനായിട്ട് എന്തിൻ്റെ കീഴിലാണ്? പർവത്മാല പരിയോജനയ്ക്ക് കീഴിൽ രാജ്യത്തെ ആദ്യത്തെ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്നത് നമ്മുടെ വാരണാസിയിലാണ്. എവിടെയാണ്? വാരണാസിയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? പൊതുഗതാഗതത്തിനായി പർവത്മാല പരിയോജനയ്ക്ക് കീഴിൽ രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്നത് വാരണാസിയിലാണ്.
2024 മാർച്ച് 15 അന്തരിച്ച നാവികസേന മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തിയാണ് അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് എന്ന പേര് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. ആ വ്യക്തിയുടെ പേര് അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് എന്നാണ് വ്യക്തിയുടെ പേര്. അപ്പോൾ ഇദ്ദേഹം 2024 മാർച്ച് 15 അന്തരിച്ചത്. 2024 മാർച്ച് മാസം 15 ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹം നാവികസേനയുടെ മുൻ മേധാവിയാണ്, മനുഷ്യാവകാശ പ്രവർത്തകനുമാണ്. അപ്പോൾ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകനും നാവികസേനയുടെ മുൻ മേധാവിയുമായ അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് 2024 മാർച്ച് 15 അന്തരിച്ചു എന്ന കാര്യം ഓർക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെല്ലാ തുരങ്കം. എന്താണ് സെല്ലാ തുരങ്കം വാർത്തയിൽ ഈ അടുത്ത് ഇടം പിടിക്കാൻ കാരണം? ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന സെല്ലാ തുരങ്കം എന്ന കാര്യം ഓർക്കുക. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് സെല്ലാ തുരങ്കം. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലെ ചൈനീസ് അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ ചൈനീസ് അതിർത്തിയിലാണ്. 825 കോടി രൂപ മുടക്കിയാണ് ഇത് പണിതിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അതുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ട പേര് സെല്ലാ തുരങ്കം. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല്ലാ തുരങ്കം അരുണാചൽ പ്രദേശിലെ ചൈനീസ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. 825 കോടി രൂപ മുടക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട മേഖലയാണ്. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ, അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയർ, ആ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട്, അതുപ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ പാകിസ്ഥാനും മൂന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് IQ എയർ 2023 റിപ്പോർട്ട്, ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന രാജ്യം, ആ റിപ്പോർട്ടിൽ ബംഗ്ലാദേശ്, രണ്ടാമത് പാകിസ്ഥാൻ, മൂന്നാമത് വരുന്നത് നമ്മുടെ ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ IQ എയറിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന നഗരം എന്നതിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ബീഹാറിലെ ബേഗുസരായി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ബീഹാറിലെ ബേഗുസരായി ആണെന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? IQ എയർ 2023 റിപ്പോർട്ട്, അതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന നഗരമായിട്ട് തെരഞ്ഞെടുത്തത് ബീഹാറിലെ ബേഗുസരായി എന്ന നഗരമാണ്. അതേപോലെ ഈ ഒരു റിപ്പോർട്ടിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരമായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ ഡൽഹിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2023 സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ്, രണ്ടാമത് പാകിസ്ഥാൻ, ഇന്ത്യ മൂന്നാമതാണ്. അതിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന നഗരത്തിൽ ഒന്നാമത് ബീഹാറിലെ ബേഗുസരായി ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ചോദിച്ചാൽ അത് നമ്മുടെ ഡൽഹി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, മലയാളി ഗവേഷകർ കർണാടകയിലെ ബലഗാവിയിൽ നിന്ന് കണ്ടെത്തിയ, അപ്പോൾ മലയാളി ഗവേഷകർ നമ്മുടെ കർണാടകയിലെ എവിടെ നിന്നാണ്? ബലഗാവി. ഈ ബലഗാവിയിൽ നിന്നും കണ്ടെത്തിയ ജൈവ കീട നിയന്ത്രണത്തിന് സഹായിക്കുന്ന, എന്തിനു സഹായിക്കുന്ന? ജൈവ കീട നിയന്ത്രണത്തിന്
നിയന്ത്രണത്തിന് സഹായിക്കുന്ന പുതിയ ഇനം പരാത കടന്നലിന്റെ പേരെന്താണ് ചോദ്യം. അപ്പോൾ പുതിയ ഇനം പരാത കടന്നൽ, ഇതിന്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ടീനിയോ. എന്താണ്? ടീനിയോ ഗൊണാലസ്. ടീനിയോ ഗൊണാലസ് ദീപക്കി എന്നതാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ എന്താണ്? കർണാടക എന്ന് പറയുന്ന സ്ഥലത്തെ ബലഗാവി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ അടുത്ത് നമ്മുടെ മലയാളി ഗവേഷകർ ജൈവ കീട നിയന്ത്രണത്തിന് സഹായിക്കുന്ന പരാത കടന്നലിനെ കണ്ടെത്തി. ആ പരാത കടന്നലിന്റെ പേരാണ്, ആ ഒരു ഇനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ടീനിയോ ഗൊണാലസ് ദീപക്കി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടീനിയോ ഗൊണാലസ് ദീപക്കി എന്ന് ചോദിച്ചാൽ ഇതൊരു പരാത കടന്നലാണ്. മലയാളി ഗവേഷകർ കർണാടകയിലെ ബലഗാവിയിൽ നിന്ന് കണ്ടെത്തിയ ജൈവ കീട നിയന്ത്രണത്തിന് സഹായിക്കുന്ന പുതിയ ഇനം പരാത കടന്നലാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ടീനിയോ ഗൊണാലസ് ദീപക്കി എന്നത്. ഇനി അടുത്തത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി. എന്താണ് ലോകാരോഗ്യ സംഘടന? അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയല്ല, മറിച്ച് എന്താണ്, ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണേത്? ദക്ഷിണേഷ്യയിലെ ഫസ്റ്റ് നഗരമാണേത്? നമ്മുടെ സ്വന്തം കൊച്ചി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ഫസ്റ്റ് നഗരമാണ് കൊച്ചി. ദക്ഷിണേന്ത്യയിലെ അല്ല, ദക്ഷിണേഷ്യയിലെ തന്നെ ഫസ്റ്റ് നഗരമാണ് ഏതെന്ന് പറയുന്നത്? കൊച്ചി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ബ്രയാൻ മൾറോണി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചു. 2024 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ചു. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാനഡയാണ്. ബ്രയാൻ മൾറോണി 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചു. ഇദ്ദേഹം കാനഡയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. ബ്രയാൻ മൾറോണി എന്ന പേര് ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര നാണയനിധി നമുക്കറിയാം IMF ആണ്. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത്, ലോകത്തെ അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ദക്ഷിണ സുഡാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് IMF ആണ്. IMF അന്താരാഷ്ട്ര നാണയനിധി അവര് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത് നമ്മുടെ ദക്ഷിണ സുഡാനാണ്. അപ്പൊ 2024 IMF പുറത്തുവിട്ട കണക്ക് പ്രകാരം അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാനാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയല്ല, മറിച്ച് റിപ്പോർട്ട് പ്രകാരം ലക്സംബർഗ് ആണ്. ഏതാണ്? ലക്സംബർഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? IMF പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാനാണ്. അതേസമയത്ത് ഏറ്റവും സമ്പന്നമായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ലക്സംബർഗ് ആണെന്ന കാര്യം ഓർക്കണം. ഇനി അടുത്തതും PSC പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ 2024 മാർച്ച് മാസത്തിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ, നമ്മൾ ചുരുക്കനാമത്തിൽ നാക്ക് എന്ന് പറയും, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, അതിന്റെ പൂർണ്ണരൂപമാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അപ്പോൾ ഇവരുടെ A++ ഗ്രേഡ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 മാർച്ച് മാസത്തിൽ നാക്കിൻ്റെ A++ ഗ്രേഡ് ലഭിച്ച സർവകലാശാല ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് MG സർവകലാശാലയാണ്.
ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2024 മാർച്ച് 15 2024 മാർച്ച് മാസം 15-ാം തീയതി നമ്മുടെ പ്രതിരോധ മന്ത്രി ആരാ? രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹം ഡൽഹിയിൽ പുതിയ നാവികസേനയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ നൗസേന ഭവൻ എന്നാണ്. നൗസേന ഭവൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2024 മാർച്ച് 15 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2024 മാർച്ച് 15 ഡൽഹി കന്റോൺമെന്റിൽ, എവിടെയാണ്? ഡൽഹി കന്റോൺമെന്റിൽ എന്ത് ഉദ്ഘാടനം ചെയ്തു? നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പേരാണ് നൗസേന ഭവൻ. എന്താണ്? നൗസേന ഭവൻ. അപ്പം നൗസേന ഭവൻ ഡൽഹി കന്റോൺമെന്റിലെ പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ്. 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മക്കുറിപ്പ് എന്നാണ് പുറത്തിറങ്ങുന്നത്. 2024 മാർച്ച് മാസത്തിലാണ്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നതാണ് അതിൻ്റെ പേര് എന്ന് പറയുക. അപ്പോൾ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്ന ആരുടെ ഓർമ്മക്കുറിപ്പ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മക്കുറിപ്പാണ്. 2024 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മക്കുറിപ്പാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മക്കുറിപ്പാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരം, ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. പ്ലാനറ്റ് എർത്ത് പുരസ്കാരം 2024 അത് ലഭിച്ചത് ഒരു മലയാളിയായിട്ടുള്ള ഒരു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ എസ് ഫെയ്സി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മുടെ ഈ അടുത്ത് നടന്ന ജൂൺ മാസം CPO പരീക്ഷയിൽ നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തപ്പോൾ നിങ്ങളിത് കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് ഫെയ്സി. വീണ്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മലയാളിയാണ് ഡോക്ടർ എസ് ഫെയ്സി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് പലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫയാണ്. നമുക്കറിയാം നമ്മുടെ ഈ പലസ്തീൻ വിഷയമൊക്കെ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. പലസ്തീൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്തഫയാണ്. പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്? ആദ്യമായിട്ട് നടന്ന ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ജേതാക്കളായത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ്. അപ്പോൾ പ്രഥമ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ടൈഗേഴ്സ് ഓഫ് കൊൽക്കത്തയാണ്. 2024 മാർച്ചിൽ പുറത്തു വന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാമത് ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഫിൻലാൻഡ് ആണ്. അപ്പോൾ ഒന്നാമത് ആരാണ്? ഫിൻലാൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2024 മാർച്ച് മാസത്തിൽ പുറത്തു വന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 2024 മാർച്ച് മാസത്തിൽ പുറത്തു വന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഫിൻലാൻഡ് ആണ്. അപ്പോൾ 2024 മാർച്ച് മാസം പുറത്തു വന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാമത് വരുന്ന രാജ്യം ചോദിച്ചാൽ അത് ഫിൻലാൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 2024 മാർച്ച് മാസത്തിൽ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട എന്താണ്? അഷിത സ്മാരക
സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. അപ്പോൾ 2024 മാർച്ച് മാസത്തിൽ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് ലഭിച്ചത് നമ്മുടെ സാറാ ജോസഫിനാണ്. ആർക്കാണ് ലഭിച്ചത്? സാറാ ജോസഫിനാണ് ലഭിച്ചത് എന്ന കാര്യം ഓർക്കുക. അവരുടെ ഏത് കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പുരസ്കാരം അവരുടെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്നത് സാറാ ജോസഫിനാണ്. 2024 മാർച്ച് മാസത്തിൽ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ പറയുന്ന സാറാ ജോസഫിനാണ്. അത് കഥാ നോവൽ സാഹിത്യത്തിനൊക്കെ നൽകിയ സംഭാവനകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. പ്രത്യേക കൃതിക്കല്ല, സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2024 മാർച്ച് മാസത്തിൽ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം സാറാ ജോസഫിന് ലഭിച്ചു. കഴിഞ്ഞ വർഷം അതായത് 2023 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സുഭാഷ് ചന്ദ്രനാണ്. അപ്പോൾ 2024 സാറാ ജോസഫ്, 2023 സുഭാഷ് ചന്ദ്രനാണ്. ഇപ്പോൾ എന്താണ്? അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം 2024 സാറാ ജോസഫിന്, 2023 സുഭാഷ് ചന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി 2024 പ്രസാദ് ഭാരതിയുടെ ചെയർമാനായിട്ട് പുതിയ ഒരാൾ വരികയുണ്ടായിരുന്നു. അപ്പോൾ 2024 പ്രസാദ് ഭാരതിയുടെ ചെയർമാനായിട്ട് വന്നിരിക്കുന്ന വ്യക്തി നവനീത് കുമാർ സെഹാൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് നവനീത് കുമാർ സെഹാൾ എന്ന പേര് ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ടത് നവനീത് കുമാർ സെഹാൾ എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ആരാണ്? പ്രസാദ് ഭാരതിയുടെ ചെയർമാനാണെന്ന കാര്യം ഓർക്കണം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗന്യാൻ യാത്രികരായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു. അതിൽ മലയാളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 4 പേരുടെ പേര് ഓർത്തിരിക്കുക. ഗംഗന്യാൻ യാത്രികരായിട്ട് 4 പേരെ ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ആ 4 പേരിൽ ഒരാളുടെ പേര് എന്ന് പറയുന്നത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. മലയാളിയാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന പേര് ഓർത്തിരിക്കുക. രണ്ടാമത്തെ പേര് അജിത് കൃഷ്ണൻ എന്നതാണ്. രണ്ടാമത്തെ പേര്. മൂന്നാമത് വരുന്നത് അങ്കദ് പ്രതാപ് എന്ന് പറയുന്ന പേരാണ്. അങ്കദ് പ്രതാപ് ആണ് മൂന്നാമത് നമ്മൾ പരിചയപ്പെടുന്ന പേര്. നാലാമത് നമ്മൾ പരിചയപ്പെടുന്ന പേര് സുഭാൻഷു ശുക്ല എന്നതാണ് നാലാമത് നമ്മൾ പരിചയപ്പെടുന്ന പേര്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളി, അജിത് കൃഷ്ണൻ എന്ന പേര് ഓർത്തിരിക്കുക, അങ്കദ് പ്രതാപ് എന്ന പേര് ഓർക്കണം. ഇനി അടുത്തത് സുഭാൻഷു ശുക്ല എന്ന പേര് ഓർക്കുക. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. ആ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ 4 പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിലൊന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളി, മറ്റൊന്ന് അജിത് കൃഷ്ണനാണ്. അടുത്ത പേരെന്താണ്? അജിത് കൃഷ്ണനാണ്. അടുത്ത പേര് അങ്കദ് പ്രതാപ് എന്നതാണ്. അടുത്ത പേര് സുഭാൻഷു ശുക്ല എന്നാണ്. അപ്പോൾ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, പിന്നെ അങ്കദ് പ്രതാപ്, സുഭാൻഷു ശുക്ല എന്നീ പേരുകൾ ഓർത്തിരിക്കുക. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, മറ്റൊന്ന് സുഭാൻഷു ശുക്ല എന്നിവയാണ് പേരുകൾ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായിട്ട് വെബ്സൈറ്റിൽ ജനറേറ്റീവ് AI സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. അവരുടെ വെബ്സൈറ്റിൽ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. അതാണ് ജനറേറ്റീവ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അങ്ങനെ ഒരു സംവിധാനം വെബ്സൈറ്റിൽ കൊണ്ടുവന്ന ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫെഡറൽ ബാങ്കാണ്. നമ്മുടെ ഫെഡറൽ ബാങ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 7ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത്, കാക്കനാടൻ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചു. 7th ആണ്. അത് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ VG തമ്പിക്കാണ്. ആർക്കാണ്? VG തമ്പിക്കാണ് അത് ലഭിച്ചത്. 25,555 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. അദ്ദേഹത്തിൻ്റെ ഇതം പരമിതം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഇതം പരമിതം എന്ന് പറയുന്ന നോവൽ ആരുടെയാണ്? VG തമ്പിയുടേതാണ്. കാക്കനാടൻ പുരസ്കാരം, 7ാമത്തെ കാക്കനാടൻ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് VG തമ്പിയുടെ ഇതം പാരമിതം എന്ന് പറയുന്ന നോവലിനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇതം പാരമിതം എന്ന് പറയുന്ന VG തമ്പിയുടെ നോവലാണ്. അതിന് 7ാമത് കാക്കനാടൻ പുരസ്കാരം ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. 7ാമത് കാക്കനാടൻ പുരസ്കാരം VG തമ്പിയുടെ ഇതം പാരമിതം എന്ന് പറയുന്ന ആ നോവലിനാണ് ലഭിച്ചത്. 25,555 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കേരള PSC പരീക്ഷയിൽ ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് UNDP.
UNDP എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അവരാണ് എന്ത് പുറത്തിറക്കുന്നത്? ലിംഗ അസമത്വ സൂചിക പുറത്തെടുക്കുന്നത്. അതായത് ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ്. എന്താണ്? ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ്. അത് 2022 ഈ അടുത്താണ് അവർ പുറത്തിറക്കിയത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 108 ആണ്. ഒന്നാം സ്ഥാനത്ത് വരുന്ന ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡെൻമാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് പറഞ്ഞത്? ലോക സന്തോഷ സൂചിക പഠിച്ചു. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 126 അതിൽ ഒന്നാമത് ഫിൻലാൻഡ് ആണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ലിംഗ അസമത്വ സൂചിക, അത് UNDP ആണ് പുറത്തിറക്കുന്നത്. യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് അത് പുറത്തിറക്കുന്നത്. അത് 2022 കണക്ക് പ്രകാരം അതിൽ ഇന്ത്യയുടെ സ്ഥാനം 108 അതേസമയത്ത് ഒന്നാമത് വരുന്നത് ഡെൻമാർക്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് UNEP എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നാഷൻ എൻവിറോൺമെന്റ് പ്രോഗ്രാം ആണ്. അതിൻ്റെ ജനറേഷൻ ഡിസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക്, എന്താണ്? ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ ഓൾറെഡി ഒരു ചോദ്യത്തിൽ പരിചയപ്പെട്ട ഒരു നഗരത്തിൻ്റെ പേരാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം. ഞാൻ ഓൾറെഡി ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയതാണ്. അതിൻ്റെ ഉത്തരം നിങ്ങളെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകും. നമ്മുടെ കൊച്ചിയാണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്ത് തന്നെയാണ്? നമ്മുടെ കൊച്ചിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ എന്താണ് പറഞ്ഞത്? UNEP അല്ലെങ്കിൽ യുണൈറ്റഡ് നാഷൻ എൻവിറോൺമെന്റ് പ്രോഗ്രാമിൻ്റെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം കൊച്ചിയാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 4 പേരുകളാണ്. അത് പുതിയ ഇനം ചിലന്തികളുടെ പേരുകളാണ്. എന്താണ്? ചിലന്തികളുടെ പേരുകളാണ്. ചിലന്തികൾ, 8 കാലി. അപ്പോൾ ഇത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ ഈ അടുത്ത് കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തികളാണ്. എവിടെ നിന്ന് കണ്ടെത്തിയത്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പേര് ഇൻഡോ പാഡില്ല കന്യാകുമാരി എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത് ഇൻഡോ പാഡില്ല കന്യാകുമാരി. ഇതെന്താണ്? ഒരു ചിലന്തി ഇനമാണെന്ന കാര്യം ഓർക്കുക. മറ്റൊരു പേരെന്താണ്? ടെട്രാക് നാദ ജാക്കുലേറ്റർ. ഇതും എന്താണ്? ഒരു ചിലന്തി ഇനമാണ്. ഇനി മറ്റൊരു പേര് ടെട്രാക് നാദ ലൗട്ട. അടുത്ത പേര് ടെട്രാക് നാദ സെറ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്താണ്? പശ്ചിമഘട്ടത്തിൽ നിന്ന് ഈ അടുത്ത് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തികളാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തികളാണ് ഇൻഡോ പാഡില്ല കന്യാകുമാരി, ടെട്രാക് നാദ ജാക്കുലേറ്റർ, ടെട്രാക് നാദ ലൗട്ട, ടെട്രാക് നാദ സെറ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് വേറെ ഒരു പേര് പരിചയപ്പെട്ടില്ല, ഒരു പരാത കടന്നലിൻ്റെ പേര് നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? നമ്മുടെ മലയാളി ഗവേഷകർ കർണാടകയിലെ ബലഗാവിയിൽ നിന്ന് കണ്ടെത്തിയ ജൈവ കീട നിയന്ത്രണത്തിന് സഹായിക്കുന്ന പുതിയ ഇനം പരാത കടന്നലിൻ്റെ പേര്, ആ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ് പേര്? ടീനിയോ ഗൊണാലസ് ദീപക്കി എന്നതാണ്. അത് പരാത കടന്നലാണ്. ഇത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം ചിലന്തികളാണ്. ഇൻഡോ പാഡില്ല കന്യാകുമാരി, ടെട്രാക് നാദ ജാക്കുലേറ്റർ, ടെട്രാക് നാദ ലൗട്ട, ടെട്രാക് നാദ സെറ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് സി വിജിൽ എന്ന പേര് ഓർത്തിരിക്കുക. എന്താണ്? സി വിജിൽ എന്നതാണ് നമ്മുടെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? സി വിജിൽ എന്നതാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് എന്ന് പറയുന്നത് സി വിജിൽ എന്ന പേര് ഓർത്തിരിക്കണം. ഇനി വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് സംസ്ഥാന വനവകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് ഹാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? വന കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന വനവകുപ്പ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. ആ പദ്ധതിയുടെ പേരാണ് ഹാരിയർ എന്നത്. അപ്പോൾ ഇവിടെ ഹാരിയർ എന്ന് പറഞ്ഞാൽ
കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് സംസ്ഥാന വനവകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയാണ് ഹാരിയർ എന്ന പദ്ധതി എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സൗദി അറേബ്യയുടെ ഏത് രാജ്യമാണ് സൗദി അറേബ്യയുടെ പ്രതിനിധിയായിട്ട് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ എവിടെ പങ്കെടുത്തു അവര്? മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത വനിതയുടെ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റൂമി. ആരാണ്? റൂമി അൽ ഖഹ്താനി എന്നതാണ് പേര്. റൂമി അൽ ഖഹ്താനി എന്നതാണ് പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സൗദി അറേബ്യൻ വനിതയാണ് റൂമി അൽ ഖഹ്താനി. അവരെങ്ങനെയാണ് പ്രസിദ്ധയാവുന്നത്? ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത സൗദി അറേബ്യ വനിതയാണ് റൂമി അൽ ഖഹ്താനി എന്ന കാര്യം ഓർക്കുക. റൂമി അൽ ഖഹ്താനി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ദീർഘവും അതിതീവ്രവുമായ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് 2024 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ്. അത് പക്ഷെ നമുക്ക് ഇന്ത്യയിലൊന്നും അത് കണ്ടിട്ടില്ല. പക്ഷെ കാനഡ, അതുപോലെ തന്നെ വടക്കേ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. കാനഡ, വടക്കേ അമേരിക്ക, അതുപോലെ തന്നെ മെക്സിക്കോ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഒരു സൂര്യഗ്രഹണം ദൃശ്യമായത് എന്ന കാര്യം ഓർത്തിരിക്കുക. കാനഡ, വടക്കേ അമേരിക്ക, മെക്സിക്കോ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഒരു സൂര്യഗ്രഹണം ദൃശ്യമായത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ റൂമി അൽ ഖഹ്താനി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗദി അറേബ്യയുടെ പ്രതിനിധിയായിട്ട് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്ത വനിത. ഇനി നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ദീർഘവും അതിതീവ്രവുമായ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാവുന്നത് 2024 ഏപ്രിൽ 8-നാണ് ദൃശ്യമായത്. അത് കാനഡ, വടക്കേ അമേരിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് ഇത് ദൃശ്യമായത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള റിവിഷൻ ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.